ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നത്. എന്നോട് നിങ്ങൾ കുറേ പേര് പറഞ്ഞ് വോയിസ് ഓവർ കൊടുക്കുക. ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു. ഏതായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നെന്തായാലും ആദ്യമായിട്ട് കൊടുക്കായതുകൊണ്ട് ഒരുപാട് കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോസൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും വീണ്ടും ചെയ്യാൻ. അപ്പോൾ നിങ്ങളെ റെസ്പോൺസ് കുറവാണെങ്കിൽ പിന്നെ വീഡിയോസ് ചെയ്യാൻ തോന്നുകയില്ല. ഏതായാലും ഞാനിത് എസ്സേ ഒന്നുമല്ല കേട്ടോ എഴുതുന്നത്. ഇത് ഒരു ദിവസം എന്താ പറയുക, ഒരു നല്ലോണം പ്ലാൻ ചെയ്താലാണ് അന്നത്തെ ദിവസം നമുക്ക് നല്ല അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്ലാൻ ചെയ്യാത്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ അത് ഒരു വേസ്റ്റ് ആയിരിക്കും ആ ദിവസം മൊത്തം. ഏതായാലും പ്ലാനിങ് ഒക്കെ ഏകദേശം അയക്കുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. എക്സാം വരാനായിട്ട് ഒരു 13-നാണ് എക്സാം. PSCൻ്റെ പ്രിലിംസ് എഴുതുന്നുണ്ട്. അപ്പം ഞാൻ അക്കാഡമിയിൽ ഉള്ള ഓരോ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്ത് മൻസൂർ അലി കപ്പക്കൽ എന്ന് പറഞ്ഞ സാറിൻ്റെ ക്ലാസ്സാണ് മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. പിന്നെ ബുക്കിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂടി ചെയ്യണം. എഴുത്തൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ബെഡ്റൂമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയില്ല കേട്ടോ. ഞാൻ ഡ്രസ്സ് ഫോൾഡ് ചെയ്യുന്നൊക്കെ എത്രയോ തവണ കാണിച്ചതുകൊണ്ടാണ് ഇതിൽ കാണിക്കുന്നില്ല നല്ലോണമൊന്നും. അപ്പോൾ ഞാൻ ഫാസ്റ്റ് അടിച്ച് പോവാണ്. ഈ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വേറെ വീഡിയോ ചെയ്തിരിക്കുന്നുണ്ടോ ഫോൾഡ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി. അപ്പം ഫോൾഡിങ് കഴിഞ്ഞിട്ട് കാണാം.
ഇത് മോനെ പുറത്തുനിന്ന് എവിടുന്നോ എടുത്തിട്ട് വന്നതാ, കാക്കൻ്റെ തൂവലാന്നും പറഞ്ഞിട്ട്. എന്തോ കുയിലോ എന്തോ ആണ്. അപ്പോൾ ഇത് മൊത്തം വാഷ് ചെയ്യാനുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ക്ലിപ്പിൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി. ഫുൾ അടിച്ചു വാരി കഴിഞ്ഞു. ഒന്നും കുഴപ്പമില്ല. പിന്നെ ഇനി പണിയുള്ളത് എനിക്ക് ക്ലാസ് കേൾക്കാനുണ്ട്. പിന്നെ എന്താ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാനും ക്ലീനിങ്ങും ഉണ്ട്, ഒക്കെ നിറഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ക്ലീനിങ്ങും കുക്കിങ്ങും ക്ലാസ് കേൾക്കലും കൂടി ഒരുമിച്ച് ചെയ്യട്ടെ. അതിൻ്റെ ഇടയിൽ ഇനി ലോണ്ടറി പരിപാടിയും കൂടി, അതൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ബൈ. ചോറ് ഇതിൽ ഇറക്കി വെച്ചിക്കണ്, കറി അടുപ്പത്ത് വെച്ച് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. പുതിയ ചെടിയത്. ഇനി മുറ്റൊന്നടിക്കട്ടെ. ഇവിടുത്തെ കെട്ടി നന്നാക്കിയിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് മണ്ണിട്ട് ഒന്ന് നിർത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ മുറ്റത്തിൻ്റെ പണിയൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും ഞാൻ അടിച്ചു വാരി തീർക്കട്ടെ. ഇവിടെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡും ഒക്കെ അടിക്കാനുണ്ട്. പിന്നെ ഫ്രണ്ടിൽ അങ്ങനെ കാടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഇവിടെ ഒന്ന് അടിക്കട്ടെ. ഇതെന്താ പരിപാടി? ഓക്കെ, തൂവലൊട്ടിക്കാം. തൂവൽ ബെഡുമ്മലൊന്നും വെക്കാൻ പാടില്ല ആണ്. കുറച്ചവിടെങ്ങനെ നിന്നാലും അങ്ങോട്ടി കിട്ടും. മോള് സെല്ലോ ടൈപ്പ് കൊണ്ട് ഒട്ടിക്കുന്നുണ്ട്. ഞാൻ അവിടെ പിടിച്ചല്ലോ. ഓക്കെ, അതിൻ്റെ മോളൊരു വെയിറ്റ് വെച്ചാൽ മതി. ഇതവിടെ ഒട്ടിക്കോട്ടെ. ഇപ്പോര് അടുക്കളയെന്നാ ചെയ്യുന്നത്. ചോറുന്നുണ്ടേ? ചോറുന്നാണ്ട് തന്നെ കുളിക്കുന്നത്. നടാ, ഞാനും വരാം. ഒറ്റയ്ക്ക് അങ്ങനെ കുളിക്കണ്ട. ഞാനൂടെ എണ്ണ തേക്കട്ടെ, എന്നിട്ട് വരാം. അപ്പോൾ എൻ്റെയും മോൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഇനി എനിക്ക് ഇപ്പോഴൊന്നും വരുള്ളൂ കേട്ടോ, ഒരു 3:30 വരാൻ. അതുകൊണ്ട് വരുള്ളൂ എന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യലില്ല. അപ്പം ഞാൻ എളുപ്പത്തിലൊരു ഇവിടെ ഞങ്ങൾക്ക് ഉമ്മമ്മ ഒരു ചേമ്പ് തന്നിനു. അപ്പോൾ ആ ചേമ്പിൻ്റെ ഒരു കായ് വെച്ചിട്ടുള്ള ഒരു കറി വെച്ചത് എളുപ്പത്തിന് വെച്ചതാണ്. എനിക്കല്ലാതെ കുറേ പണിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് എളുപ്പമാക്കിയാണ് കേട്ടോ. പിന്നെ എനിക്ക് മീനോ ഇറച്ചിയോ ഒന്നും കിട്ടിയില്ലെന്ന് വെക്കാൻ. അങ്ങനെ ഞങ്ങൾ എഗ്ഗും പൊരിച്ചിട്ട് കഴിക്കുകയാണ്. ഓനങ്ങനെ കളിക്കുള്ളൂ, ഞാൻ വാരി കൊടുക്കണം. എൻ്റെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഓനും വാരി കൊടുക്കും. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളെ പരിപാടി. പിന്നെ എൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ കേട്ട് കഴിഞ്ഞിട്ടോ. ആ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ത്യ ഫാക്റ്റ് മൊത്തം കംപ്ലീറ്റ് ചെയ്ത്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് ഞാൻ 2019 നോക്കുന്നുണ്ടായിരുന്നു PSCക്ക് വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ എനിക്ക് മടുത്ത് ഈ പഠിത്തമെല്ലാം കൂടി. അങ്ങനെ പഠിത്തമൊക്കെ നിർത്തി. അപ്പം ഇപ്പോൾ ഈ എക്സാം വന്നപ്പം വെറുതെ വീണ്ടും എടുത്ത് നോക്കിയപ്പോൾ ഒരു വർഷം കഴിഞ്ഞില്ലേ, ഇതൊക്കെ ടച്ചൊക്കെ വിട്ടുപോയി. അവിടെ ഒരു മരം കൊത്തിനെ കാണുന്നുണ്ട് കേട്ടോ, ജനലിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് അത് പറന്നുപോയി. പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ എന്താണ്, ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എല്ലാം കഴിഞ്ഞ്.
അത് അടുക്കി ഐസ് ഉണ്ട്. ഐസ് ഉണ്ടാക്കട്ടെ. കുറച്ചുകൂടി ഉണ്ടാക്കാം. ഏതായാലും കുറച്ചേ ഉള്ളൂല്ലേ. എനിക്കെന്താ കുറച്ചൊക്കെ ഉണ്ടാക്കാം. തുറക്ക്. ഐസ് എന്താ നടുക്ക് ബാക്കിയുള്ള? അത് കുഴപ്പമില്ല, എടുക്ക്. നമുക്ക് തിരിച്ച് എടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടാവും. അടിച്ചോ. ഓക്കെ. 5 10 മതി. ഇത് നേരം വേണ്ട, അരമണിക്കൂർ, 30 മിനിറ്റ്. ഇപ്പം ഞങ്ങൾ റൂമിലെത്തിക്കുന്നു. എൻ്റെ മോൻ്റെ സ്കിന്നൊക്കെ അത്യാവശ്യം നല്ല ഡ്രൈ ആയിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ക്രീമൊക്കെ അപ്ലൈ ചെയ്യലുണ്ടായിരുന്നു ആദ്യമൊക്കെ. ഇപ്പം അതിനൊന്നും സമയം ഉണ്ടാവലില്ല, ഒരു മൂഡും വരലില്ല. നിവ്യേൻ്റെ ക്രീം മാത്രമേ ഉള്ളൂ, വേറെ ക്രീമൊന്നുമില്ല നമ്മളെ കയ്യിൽ. അപ്പോൾ ഞങ്ങൾ ക്രീം അപ്ലൈ ചെയ്യാനുണ്ട്. പിന്നെ ഇതാ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നോക്കണം, ഇനി സമയവും ഇല്ല. ഏതായാലും ഞങ്ങളത് അപ്ലൈ ഒക്കെ ചെയ്ത്. അവന് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ പരിപാടിയൊക്കെ. ഓന് ഞാൻ തേക്കലൊന്നുമില്ല കേട്ടോ. ഞാനെടുത്ത് കണ്ടപ്പോൾ ഓൻ ചോദിച്ചു, അപ്പോൾ ഓന് കൊടുത്തന്നേ ഉള്ളൂ. ഓനിഷ്ടമാണ് ഈ പരിപാടി. എന്തെങ്കിലും ക്രീമൊക്കെ അപ്ലൈ ചെയ്താലേ നല്ല രസമല്ലേ കാണാൻ. നമ്മൾ ഈ കുറേ പാത്രമൊക്കെ ഇങ്ങനെ കേകി ഈ കെമിക്കലൊക്കെ അങ്ങനെ കൈമലിങ്ങനെ ആവില്ല എല്ലാ സമയത്തും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ക്രീമൊക്കെ ഇട്ടാൽ കൈക്കൊരു സുഖം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഏതായാലും ഓൻ ഉറങ്ങുമെന്നറിയില്ല. ഓൻ ഉറങ്ങാൻ മാത്സിൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ്. പിന്നെ ഇത് എല്ലാം നല്ല അടിപൊളിയായിട്ട് പഠിച്ചതായിരുന്നു. ഇപ്പം ടച്ച് വിട്ടുപോയപ്പം എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് ഓർമ്മയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. ഇത് ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ എല്ലാം ഇംഗ്ലീഷിലാണ് എല്ലാ കാര്യങ്ങളും പഠിച്ചത്. അപ്പോൾ മലയാളത്തിൽ ടേംസ് ഒന്നും കിട്ടില്ലല്ലോ ചിലപ്പോൾ. ഒരു ഉദാഹരണത്തിന് നമുക്ക് മാത്സിലും സയൻസിലും ഒക്കെ ആകുമ്പോൾ ടേംസ് പഠിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ പെട്ടെന്ന് നമുക്കറിയാവുന്ന കാര്യം പോലും ചിലപ്പം മലയാളത്തിൽ നമ്മൾ പഠിച്ചു വെച്ചാൽ ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല, ഇംഗ്ലീഷ് പഠിച്ചു വെച്ചാൽ മലയാളത്തിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് റീടച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന ഇക്വേഷൻ ഒന്നും അല്ല കേട്ടോ ഞാൻ ചെയ്യാം. എനിക്ക് ഇക്വേഷൻ ഒന്നും തലയിൽ നിൽക്കില്ല. ഞാൻ ഒക്കെ എൻ്റേതായ ഒരു മെത്തേഡിലാണ് ചെയ്യുക. ക്വസ്റ്റ്യൻ നോക്കും, എൻ്റെ മെത്തേഡിൽ ചെയ്ത് നോക്കും, സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും, എന്നിട്ട് അവസാനം ആൻസർ ടെക്സ്റ്റിൽ നോക്കുമ്പം ഓക്കെ ആണോ നോക്കും. അതാണ് ഞാൻ ചെയ്യുന്ന മെത്തേഡ്. ഞാനിത് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരുപാട് ക്ലിപ്സ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഈ പഠിക്കാനിരുന്നപ്പോൾ മാത്സിൽ ചെയ്ത് മൊത്തം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അതൊക്കെ കണ്ടാൽ ബോറടിക്കും മിക്കവാറും. അതുകൊണ്ട് ഞാനതെല്ലാം കട്ട് ചെയ്തിട്ട് ഒന്ന് ചുരുക്കാൻ പോവാം. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ മാത്സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാൻ കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യനൊക്കെ കിട്ടിയാൽ ഈ സോൾവ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താണ് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയാണ്ടി, അത് നമുക്ക് ചെയ്യാം. മാത്സോ ഇംഗ്ലീഷോ അങ്ങനെ എന്തെങ്കിലും സബ്ജക്റ്റ് വൈസ് വേണമെങ്കിൽ അതും പറയാണ്ടി. പിന്നെ നമ്മളെ ഈ ലൈഫ് സ്റ്റൈലായിട്ട് ഉള്ള കാര്യങ്ങളാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ കൂട്ടത്തിൽ എക്സാം അടുത്തതുകൊണ്ട് ഇതും കൂടി വെറുതെ ഒന്ന് കാണിക്കുന്നതന്നെ ഉള്ളൂ കേട്ടോ. ഏതായാലും ഞാൻ ബോറടിപ്പിക്കുന്നത് ഇപ്പോൾ കട്ട് ചെയ്യാം. പിന്നെ ഞാൻ കുറേ ഏരിയ കവർ ചെയ്തിട്ടോ. ക്ലോക്ക്, പേഴ്സൻറ്റേജ് എനിക്ക് ഓൾറെഡി കുഴപ്പമില്ല. പേഴ്സൻറ്റേജ് തന്നെ ഇപ്പോൾ സിമ്പിളാണല്ലോ. ക്ലോക്കിലൊക്കെയാണ് കുറച്ച് ടെക്നിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നോക്കേണ്ടിയുള്ളത്. അറിയാവുന്നവർക്ക് സിമ്പിളാണ്, ടച്ച് വിട്ടുപോയാലും ഒന്നുകൂടി നോക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഏതാ നോക്കിയത്,
ടൈം ഡിസ്റ്റൻസ് ഒക്കെ നോക്കി. എന്നാലും കുറച്ച് കിടന്നൊക്കെ എണീറ്റ് മോനെ കപ്പൽക്കൊരു ഉറക്കമൊക്കെ ഇറങ്ങി എണീറ്റ് പോയിട്ടോ. ഞാൻ നമ്മളെ ഇമ്മക്കുട്ടീൻ്റെ വീഡിയോ എന്ന് ഞങ്ങൾ പറയാം, അസ്വി ചേച്ചീൻ്റെ വീഡിയോയിൽ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ അത് തിന്നാനും ഭയങ്കര ആഗ്രഹം. ഞാനിതുവരെ ഉണ്ടാക്കിയൊന്നും നോക്കിയില്ല. അപ്പോൾ ഏതായാലും ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പരിപാടിയിലാണ്. ഇത് അത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ. നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാട്ടുന്ന മാതിരി വാട്ടി കുഴച്ച് അങ്ങനെ ബോൾസ് ആക്കിയിട്ട് അതിൽ ശർക്കരയും തേങ്ങയും കൂടിയും ഫില്ല് ചെയ്തിട്ട് ആവി കയറ്റിയെടുക്കുക. അത്രേ പണിയുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എൻ്റെത് റൗണ്ട് ഷേപ്പിലൊന്നും ആയി വന്നില്ല, എന്നാലും ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഏതായാലും വേഗം ഇത് ഉണ്ടാക്കട്ടെ കേട്ടോ. കോഴിക്കോട്ടൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഉപ്പയും ഉമ്മയും വന്നത്. അപ്പോൾ ഓരോ വന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങോട്ട് വീട്ടിലേക്ക് പോരി പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായി. ഇല്ലാടന്നോട്ടെ എന്തെങ്കിലും ഞങ്ങളൊക്കെ ചിക്കൻ പൊള്ളിച്ചതും കാന്താരിയൊക്കെ ഓർഡർ ചെയ്ത്, എൻ്റെ ഉമ്മ ഫിഷ് പൊള്ളിച്ചതായിരുന്നു ഓർഡർ ചെയ്തത്. അതാണ് അടിപൊളി ടേസ്റ്റ്. അപ്പം നമ്മൾ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകട്ടോ. അപ്പം ഇന്ന് അവിടെ നിൽക്കും. അപ്പം നാളെ ഞാൻ തിരിച്ച് വരലുണ്ടാവും. നമ്മൾ ഈ പുതിയ വീട്ടിൽ താമസിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടാളോടെയും കൂടാൻ പോയിട്ടേ ഇല്ല. അപ്പോൾ ഒരു 3.5 മാസമൊക്കെ ആയി. നമ്മൾ നവംബറിലാണ് കൂടിയത്. 3 മാസം കഴിഞ്ഞു ഇവിടെ കൂടിയിട്ട്. അപ്പോൾ കൂടിയതിന് ശേഷം ആദ്യമായിട്ടാണ് നിൽക്കാൻ പോകുന്നത്. അടിപൊളി ഫുഡാണ് കേട്ടോ. ഇത് ഏകദേശം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റാണ്. ആംബിയൻസ് ഒന്നും അത്ര വലിയ അടിപൊളിയൊന്നുമില്ല, എന്നാലും ഫുഡ് ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ കഴിച്ച് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് അടുത്ത ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.